എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ഈ കാണുന്ന 3 നാണയമാണ് സംഖ്യാശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ സംഖ്യാശാസ്ത്ര ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജനനത്തീയതി വിശകലനം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇനി വരാനിരിക്കുന്ന പ്രധാന ടേണിംഗ് പോയിൻറ്റ്സുകൾ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഭാവിയിൽ ആരാകും, എന്താകും എന്നുള്ളതെല്ലാം പ്രധാനമായും നിങ്ങളുടെ സ്വഭാവത്തെയും പ്രയത്നത്തെയും ആശ്രയിച്ചിരിക്കും. ഇത് പറയാൻ കാരണം, പ്രയത്നം ചെയ്യാതെ യാതൊരു വ്യക്തിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്കായി സൃഷ്ടാവ് കരുതി വച്ചിരിക്കുന്ന ആ ടേണിംഗ് പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും. അതായത് ഇവിടെ ഈ ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത്, അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ ഗതി തിരിച്ചുവിടുന്ന ഓരോ പഴുതുകളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ജീവിതയാത്രയിൽ കരുതി വച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ടേണിംഗ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. പറയാൻ കാരണം, ഈ സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടികളിൽ കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ വാകീറിയ ദൈവം ഇരയും കൊടുക്കുമെന്ന് പറയുന്നത് പോലെ അവരവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തൻ്റെ ജീവിത മാർഗമധ്യ ഓരോ വ്യക്തികൾക്കും ദൈവം കരുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതറിയാൻ വേണ്ടി ഈ കാണുന്ന 3 കോയിനുകളിൽ ഒരു കോയിൻ നീക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ നീക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി, ഞാൻ നീക്കി വെച്ചോളാം. പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കോയിൻ ഇതിൽ നിന്നും എടുത്ത് നീക്കിയാൽ പോരാ. പകരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരംഭിക്കുന്നത് ഏത് സംഖ്യയിലാണോ ആ ഒരു സംഖ്യ വരുന്ന കോയിനാണ് നിങ്ങൾ നീക്കേണ്ടത്. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ ജനന തീയതി 1 മുതൽ 4 വരെയുള്ള സംഖ്യകളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ കോയിനായ ആ 1 രൂപ നാണയം താഴെ കറങ്ങുന്ന ആ വൃത്തത്തിലേക്ക് സ്ലൈഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ ജനനത്തീയതി ആരംഭിക്കുന്നത് 5 മുതൽ 9 വരെയുള്ള അക്കങ്ങളിലാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോയിനായ 5 രൂപ നാണയമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തേത് 10 രൂപ കോയിൻ. അതായത് നിങ്ങളുടെ ജനനത്തീയതി നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലില്ല, ജോലി സ്ഥലത്തോ മറ്റോ ദൂരെ എവിടെയെങ്കിലുമാണ്, അതുകൊണ്ട് തന്നെ ജനനത്തീയതി എടുക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ളവർക്ക് 10 രൂപ നാണയം സെലക്ട് ചെയ്യാവുന്നതാണ്. അതിലാകുമ്പോൾ 1 മുതൽ 0 വരെ എല്ലാ അക്കങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം. ഈ ജനനത്തീയതി 1 മുതൽ 4 വരെയുള്ള അക്കങ്ങളിൽ ആരംഭിക്കുന്നവർ 1 രൂപ നാണയവും, ജനനത്തീയതി 5 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ തുടങ്ങുന്നവർ 5 രൂപ നാണയവും, ജനനത്തീയതി കൃത്യമായിട്ട് അറിയില്ലാത്തവർ 10 രൂപ നാണയവുമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജനനത്തീയതി ആരംഭിക്കുന്ന ആ ഒരു നാണയം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം 1 മുതൽ 4 തീയതി വരെ ജനനത്തീയതി ആരംഭിക്കുന്ന 1 രൂപ നാണയം സെലക്ട് ചെയ്തവരുടെ സംഖ്യാശാസ്ത്ര ഫലമാണ് ആദ്യം പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ആലസ്യം വന്നു ചേരാമെങ്കിലും അതൊന്ന് തുടങ്ങി കിട്ടിയാൽ അത് പൂർത്തിയാക്കാതെ നിങ്ങൾ വിശ്രമിക്കില്ല. അതായത് അത് നിങ്ങൾ എത്ര പരിശ്രമിച്ചായാലും ശരി, അത് നടത്തിയെടുക്കുന്നതാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ഒരു അസാധാരണ പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ 180 ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവെന്ന കണക്കിൽ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ 180 ദിവസങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ മാസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 6 മാസം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാതെ സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ഒരു പഴുത് കരുതി വെച്ചിട്ടുണ്ട്. ആ പഴുതിലൂടെ വീണ്ടും ശക്തി ആർജിച്ച് ജീവിതം തിരികെ പിടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം ഭാഗ്യം ദൈവാനുഗ്രഹ രൂപത്തിൽ വന്നു ചേരുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി അത് ഏത് തരത്തിലുള്ളതാണ് എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജനനത്തീയതിയുടെ പ്രത്യേകത അനുസരിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അത് കേവലം ഒരു പെട്ടിക്കടയോ അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റോ ആകാവുന്നതാണ്. ഇതിലേത് എന്നുള്ളത് നിങ്ങളുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ വിജയിക്കുന്നത് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇടപാടുകൾ നടത്തുമ്പോഴാണ്.
ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല വാക്ചാതുര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളോ സാധാരണക്കാരുടെ ഇടയിൽ പെട്ടെന്ന് വിറ്റഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് അതിലൊന്ന് വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ഈശ്വരാനുഗ്രഹം വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തേത് സ്വന്തമായി അധ്വാനിച്ച് അത് വിറ്റഴിച്ച് ആ അധ്വാന ഫലം ഉപജീവന മാർഗമാക്കുക. ഇത്രയുമാണ് 1 രൂപ കോയിൻ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലം പറയാനുള്ളത്. ഇനി അടുത്തത് 5 രൂപ നാണയം നിങ്ങളുടെ ജനനത്തീയതിയുമായി സാമ്യപ്രകാരം നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, അതായത് നിങ്ങളുടെ ജനനത്തീയതി ന്യൂമറോളജി ബേസ് ചെയ്ത് പറയുമ്പോൾ, ഓരോ 90 ദിവസം കൂടുന്തോറും ജീവിതത്തിൽ കരകയറാനുള്ള ഒരു മാർഗമെന്നോണം നിങ്ങളുടെ മുൻപിൽ ഓരോ അവസരങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇത് മാസത്തെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഈ 90 ദിവസം എന്നുള്ളത് 3 മാസം എന്നായിട്ട് കണക്കുകൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായതോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന മേഖല എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. അതായത് ദൈവികവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്യും. അതോടൊപ്പം മനസ്സിനും ശരീരത്തിനും നല്ല സമാധാനവും സന്തോഷവും ആരോഗ്യവും കിട്ടുകയും ചെയ്യും. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ദൈവിക കാര്യങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ വിവിധ തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മിക പുസ്തകങ്ങൾ എഴുതുകയോ അതിൻ്റെ വിതരണമോ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള, അതായത് ഈ ഭക്തിഗാനങ്ങളുടെ ശബ്ദരൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ഈ ചിത്രരൂപത്തിലുള്ളതോ ആയ മൾട്ടിമീഡിയ റെക്കോർഡറുകൾ അത് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുകയോ ആകാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതും പറ്റിയില്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അകലെയുള്ള ഏതെങ്കിലും ഒരു തീർത്ഥാടന പോയിന്റിലേക്ക് ടൂർ പാക്കേജുകൾ ചാർട്ട് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം പ്രകാരമുള്ള ഈ ആധ്യാത്മിക തലത്തിലുള്ള ഏത് ജോലിയിൽ നിങ്ങൾ ഏർപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും അവിടെ പരാജയപ്പെടേണ്ടി വരില്ല. അത് പറയാൻ കാരണം നിങ്ങൾക്ക് ജന്മനാ ദൈവം തലവര എന്നോണം ഇത് നിങ്ങളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണെങ്കിലോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ തീർച്ചയായും നിങ്ങൾ ഈ മേഖലയിലേക്ക് തിരിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. ഈ പറഞ്ഞതിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ കൂടി ചുരുക്കി പറഞ്ഞാൽ 5 രൂപ നാണയം നിങ്ങളുടെ ജനനത്തീയതിയുമായി സാമ്യമുള്ള അക്കങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ഒരു ഭാഗ്യദായക നിമിഷം എന്ന കണക്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്നും നിങ്ങളുടെ ജനനത്തീയതിയിൽ തന്നെ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ അധികം ആയാസപ്പെടാതെ തന്നെ പരിപൂർണ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് 5 രൂപ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് 10 രൂപ നാണയം സെലക്ട് ചെയ്ത ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രത്യേകം ഓർക്കുക, ആദ്യം പറഞ്ഞ 2 കൂട്ടർക്കും അവരുടെ ജനനത്തീയതി ഏതാണെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ ഫലങ്ങൾ വളരെ കൃത്യവുമായിരിക്കും. എന്നാൽ നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഫലവും ഏറെക്കുറെ ശരിയാകുമെന്ന് മാത്രമേ ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും പരമാവധി കൃത്യമായി നിങ്ങൾക്ക് വന്നു ചേരാൻ പാകത്തിന് ശ്രദ്ധയോടുകൂടി പറയാം. ഈ 10 രൂപ നാണയം സെലക്ട് ചെയ്ത നിങ്ങളെ സംബന്ധിച്ച് ഓരോ 30 ദിവസം കൂടുന്തോറും, അതായത് മാസത്തിൽ ഒരിക്കൽ എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ നിമിഷം നിങ്ങൾക്ക് മുൻപിൽ വന്നു പെട്ടേക്കാം എന്നാണ് പറയാൻ സാധിക്കുക. പ്രത്യേകം ഓർക്കുക, ഇതൊരു ചാന്ദ്രമാസം അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ ആണെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, ഈ ന്യൂമറോളജി പ്രകാരം കാണുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന ഏത് മേഖലയാണെങ്കിലും അത് സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ വരും വരാഴികൾ നന്നായി ചിന്തിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യരുത്. പറയാൻ കാരണം അന്യരെ ആശ്രയിച്ച് മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് വർക്കർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതായത് ഈ ഒരു മാസം ഈ ഒരു തൊഴിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അടുത്ത മാസം മറ്റൊരു തൊഴിലെടുത്ത് അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നു. അതിൻ്റെ അടുത്ത മാസം ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു തൊഴിലിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള തൊഴിലാളികളെ കൊണ്ട്
തൊഴിൽ ജയിച്ച് ലാഭം ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ പ്രകാരമുള്ള കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വളരെ ബുദ്ധിപൂർവം നിങ്ങൾ ഈ തൊഴിലുകൾ തിരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകും വിധം അത് ഉയർച്ചയിൽ എത്തിക്കാനുള്ളൊരു സവിശേഷമായിട്ടുള്ളൊരു കഴിവാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഓരോ 30 ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ഓരോ സുവർണ അവസരങ്ങൾ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കും. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ജീവിത വിജയമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 നാണയങ്ങൾ നിങ്ങളുടെ ജനന തീയതിയുമായി സാമ്യം വരുന്ന അക്കങ്ങളിൽ തിരഞ്ഞെടുത്ത ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഈ അറിവുകൾ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.